ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം വിൻഡോസ് ആണ്. അപ്പൊ വിൻഡോസും അതിന്റെ ഫ്രണ്ട് വ്യൂവും അതുപോലെ തന്നെ അതിന്റെ സെക്ഷൻ 1.1 ആൻഡ് സെക്ഷൻ 2.2. ഓക്കെ, ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന സെക്ഷൻ 1.1 ഇവിടെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 1.1 ആൻഡ് സെക്ഷൻ 2.2. ഓക്കെ, സെക്ഷൻ 2.2. അപ്പം അതും ഇതിന്റെ ഫ്രണ്ട് വ്യൂവും അതുപോലെ തന്നെ 2 സെക്ഷൻസും നമുക്ക് ഈ ഡ്രോയിങ്ങിന്റെ അകത്ത് വരയ്ക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത് ഗ്ലേസ്ഡ് വിൻഡോസ് ആണ്. ഗ്ലേസ്ഡ് വിൻഡോ എന്ന് പറയുന്നത് ഗ്ലാസ് യൂസ് ചെയ്തിട്ടുള്ള വിൻഡോ ആണ്. ഓക്കെ, അപ്പൊ ഗ്ലാസിന്റെ റെപ്രസെന്റേഷൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയ സ്പേസിംഗിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഗ്ലാസിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഡോറിന്റെ പോലെ തന്നെ ഇതിന്റെ ഫ്രെയിം ഉണ്ട്. ഓക്കെ, ഇവിടെ വിൻഡോന്റെ ഫ്രെയിം ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഇവിടെ ഹെഡ് ഫ്രെയിം എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ബോട്ടം പോർഷൻ നമുക്ക് സില്ല് എന്ന് പറയാം. ഈ വിൻഡോന്റെ ബോട്ടത്തിൽ വരുന്ന ആ ഒരു ഫ്രെയിമിന്റെ പോർഷന് നമുക്ക് സില്ല് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതുപോലെ ഇവിടെ അപ്രൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ഫ്രെയിം എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പം ഈ പാനൽസ് നിങ്ങൾക്ക് കാണാം, ഗ്ലാസ് പാനൽസ് ആണ് ഇവിടെ ചെറിയ ഷെയ്ഡിങ്ങിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് ചുറ്റും വരുന്നത് പാനൽ ഫ്രെയിംസ് ആണ്. ഓക്കെ, പാനൽ ഫ്രെയിംസ് ആണ് വരുന്നത്. പാനൽ ഫ്രെയിംസ് ആണ് ഈ ചുറ്റും വരുന്ന. ഞാൻ കാണിക്കുന്ന ഈ മൗസ് പോയിന്റർ കാണിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് പാനൽ ഫ്രെയിം ആണ്. ഓക്കെ, ഇനി ഈ പാനൽസിന്റെ ഇടയ്ക്ക് ഈ പാനൽസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബാറുകളുണ്ട്, വുഡൻ ബാറുകളുണ്ട്. അതിന് സാഷ് ബാർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫ്രെയിം വന്നു. ബോട്ടത്തിലുള്ള ഫ്രെയിം പോർഷന് നമുക്ക് സില്ലെന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് വരുന്ന ഈ പോർഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ ഗ്ലാസസ് ആണ്, ഗ്ലാസ് പാനൽസ് ആണ്. അപ്പൊ ഗ്ലാസ് പാനൽസിന്റെ ചുറ്റും വരുന്നതാണ് പാനൽ ഫ്രെയിം. ഓക്കെ, അതിന്റെ ഫ്രെയിം ആണ് ഈ ചുറ്റും വരുന്നത്. ഓക്കെ, ഇനി ഈ ഫ്രെയിംസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പറയുന്നത് സാഷ് ബാർ എന്നാണ്, സാഷ് ബാർ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിന്റെ ഫ്രെയിമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ സെന്റർ പോർഷനിൽ കാണാം, ഈ വിൻഡോന്റെ സെന്ററിലുള്ള കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന, നിങ്ങൾ ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് പറയുന്നത് മള്ളിയൺ എന്നാണ്. ഓക്കെ, മള്ളിയൺ ഈ ഒരു പോർഷൻ. ഓക്കെ, ഇത് കുറച്ച് രണ്ട് ഇപ്പം പാളികളാണ് വിൻഡോസിനുള്ളതെങ്കിൽ ആ നടുക്കത്തെ പോർഷനിൽ അത് കുറച്ച് പുറമേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം ഇത് മള്ളിയൺ എന്നാണ് പറയാ. ഓക്കെ, ഫ്രെയിം, പാനൽ ഫ്രെയിം, അതുപോലെ ഗ്ലാസ് പാനൽസ്, മള്ളിയൺ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഫസ്റ്റ് ഞാൻ ഇവിടെ സെക്ഷൻ 2.2 എന്ന് പറയുന്ന സെക്ഷൻ പറയാം. അപ്പൊ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുന്നേ ഡോറിന്റെ കണ്ടതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഈ 2 സൈഡിലായിട്ട് വാൾസ് വരും. ഓക്കെ, അപ്പൊ ആ വോൾ ആകുമ്പോൾ അത് ബ്രിക്ക് വർക്കിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, അത് ഈ സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കണ്ടിന്യൂഷൻ എന്നുള്ള സിമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ കണ്ടിന്യൂഷന്റെ ജസ്റ്റ് ഒരു സിമ്പിൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ആ കണ്ടിന്യൂഷന്റെ ആ സിമ്പിൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം വോളാണ്, അത് ബ്രിക്ക് വർക്ക് ആണ്. ബ്രിക്ക് വർക്കിന്റെ റെപ്രസെന്റേഷൻ ഡബിൾ ലൈൻ, സ്പേസ്, ഡബിൾ ലൈൻ, അങ്ങനെ ആ രീതിയിലാണ് വരുന്നത്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രെയിമിലേക്ക് കയറുകയാണ്. ഓക്കെ, വിൻഡോന്റെ ഫ്രെയിം ആണ് ഈ പോർഷനിൽ കാണുന്നത്. അതിനുശേഷം ഇതിന്റെ പാനൽ ഫ്രെയിം നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഈ ഗ്ലാസിന്റെ പോർഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇവിടെ ഫ്രെയിം വന്നു. പിന്നെ ഇവിടെ മള്ളിയൻ അല്ലെ, ആ ഒരു പോർഷൻ, നടുക്കത്തെ പോർഷൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷൻ മള്ളിയൻ വന്നു. അതിനുശേഷം വീണ്ടും ഫ്രെയിം. ഓക്കെ, പാനൽ ഫ്രെയിം, അതിനുശേഷം വീണ്ടും ഗ്ലാസ്, അതിനുശേഷം വീണ്ടും പാനൽ ഫ്രെയിം, അതിനുശേഷം നമ്മുടെ ഫ്രെയിം വന്നു, ആ കട്ടിലെ ആ വിൻഡോന്റെ ഫ്രെയിം, മെയിൻ ഫ്രെയിം വന്നു. അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ വോളിന്റെ പോർഷൻ ആണ്. അപ്പം വോളിന്റെ ബ്രിക്ക് വർക്കിന്റെ റെപ്രസെന്റേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളെ വിൻഡോന്റെ ഡോറിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇതിന്റെ അകത്തേക്ക് കയറി നിൽക്കാനായിട്ട് ഹോൾ ഫാസ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ മുന്നേ കണ്ടു. അത് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ ഡോട്ടഡ് ലൈനിൽ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 1.2 എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നത്. ഇനി മേലെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പോർഷൻ, ആ വോളിന്റെ ആ ഒരു പോർഷൻ നമുക്ക് ഇവിടെ കാണാം, ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ ആ ഒരു പോർഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ
ഇതിന്റെ സെക്ഷൻ 1 ഈ രീതിയിലാണ് കട്ടാവുന്നത്. ഈ രീതിയിൽ കട്ടാവുമ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിന്റെ മേലെ, വിൻഡോന്റെ മേലെ എന്താ വരുന്നത്, അതായത് ഈ ഒരു ഫ്രെയിമിന്റെ മേലെ എന്താ വരുന്നത്, ലിൻഡലാണ് വരുന്നത്. അപ്പൊ ലിൻഡലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, RCC ലിൻഡൽ. അപ്പൊ അതിന്റെ RCCന്റെ റെപ്രസെന്റേഷൻ ആണ് അവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ ഹെഡ് ഫ്രെയിം വന്നു. ഓക്കെ, ഹെഡ് ഫ്രെയിം വന്നു. അതിനുശേഷം താഴെ പാനൽ ഫ്രെയിം ആണ് വന്നിരിക്കുന്നത്, പാനൽ ഫ്രെയിം. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത്, ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് നോക്കുന്നത്. ലെഫ്റ്റ് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം ഇവിടെ ഗ്ലാസ് പാനൽ ആണ് വന്നിട്ടുള്ളത്. ഗ്ലാസ് പാനൽ, ഇതിന്റെ നടുക്ക് സാഷ് ബാർ, വീണ്ടും ഗ്ലാസ് പാനൽ, സാഷ് ബാർ, ഗ്ലാസ് പാനൽ. അതിന്റെ താഴെയായിട്ട് വീണ്ടും പാനൽ ഫ്രെയിം, അതിന്റെ സിൽ പോർഷൻ. അതിനുശേഷം താഴോട്ട് വീണ്ടും ആ വാളിന്റെ ബ്രിക്ക് വർക്ക് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ബ്രിക്ക് വർക്കിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ മള്ളിയുടെ പോർഷൻ നമുക്ക് കാണാം. അതാണ് ഇവിടെ കാണുന്നത്. മള്ളിയിലൂടെ കട്ടാവാത്തത് കൊണ്ട് തന്നെ അത് എലിവേഷനിൽ കാണുന്നത് പോലെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് നമ്മൾ വിൻഡോസിൽ ഗ്രിൽസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഗ്രിൽസ് ഇപ്പൊ ഇതിൽ കട്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു പോർഷനിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത്, അല്ല കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗ്രില്ലും കൂടി ഇതിന്റെ അകത്ത് കട്ടാവുന്നുണ്ട്. അത് അതിന്റെ അകത്തുള്ള ആ സ്റ്റീലിന്റെ പോർഷൻ. അപ്പൊ അതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് റൗണ്ട് ആയിട്ട് കാണുന്നത്, ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഗ്രില്ലാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റീലിന്റെ പോർഷൻ ആണ്. ഓക്കെ, ബാർ ഗ്രിൽ എന്ന് പറഞ്ഞ് കാണാം. അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫിഗർ പ്രകാരം 12 mm ഡയമീറ്ററിന്റെ ബാർ ആണ്. 12 mm ഡയ, അതിന്റെ റെപ്രസെന്റേഷൻ ആണ് 5 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 12 mm ഡയമീറ്റർ വരുന്ന ബാർ ആണ് ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് കാണാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കൊളുത്ത് കാണാം. നമ്മൾ വിൻഡോസിൽ കൊളുത്തുണ്ട് വലിച്ചിടാൻ, അതിന് ഹൂക്ക് ആൻഡ് ഐ എന്നാ പറയാം. അപ്പൊ അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതാണ് വിൻഡോസിന്റെ ഇപ്പൊ കട്ട് ചെയ്തിരിക്കുന്ന പ്രകാരം വന്നിട്ടുള്ള സെക്ഷൻസ്. ഓക്കെ, അപ്പം ഇതും ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്കെയിൽ വരയ്ക്കാൻ എനിക്ക് തോന്നുന്നു 1:5 പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ ആ ചെക്ക് ചെയ്തിട്ട് 1:5 വരയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ വലുപ്പത്തിൽ നമുക്ക് കിട്ടുമായിരിക്കും. അപ്പൊ അത് നോക്കുക. ബാക്കിയുള്ള ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വിൻഡോസ് അതാണ് വരയ്ക്കാനായിട്ടുള്ളത്. ഈ വിൻഡോസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെന്റിലേറ്റേഴ്സും വരയ്ക്കാനായിട്ടുണ്ട്. അപ്പം വെന്റിലേറ്റേഴ്സ്, വിവിധ തരം വെന്റിലേറ്റേഴ്സിന്റെ ഫിഗർ വരയ്ക്കാനുണ്ട്. അതിന്റെ എലിവേഷനും, അതായത് ഫ്രണ്ട് നോക്കുമ്പോൾ കാണുന്നതും അതിന്റെ ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ട് കാണുന്ന കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് വരയ്ക്കാനുള്ളത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന ടോപ്പ് ഹങ്. അപ്പൊ ആ പേരിൽ തന്നെ നമുക്കറിയാം, മേലെ ആയിരിക്കും അതിന്റെ ആ കണക്ഷൻ വന്നിട്ടുണ്ടാവുക, ബാക്കിയുള്ളത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വെന്റിലേറ്റേഴ്സ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഇൻസെക്ട് പ്രൂഫ്. അപ്പൊ ഇതിൽ വയർ മെഷസ് ഉണ്ടാവും, അതായത് വേറെ പ്രാണികളൊന്നും അതിൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള വയർ മെഷസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ടൈപ്പ് ഓഫ് വെന്റിലേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പം ആ ഒരു ടൈപ്പാണ് ഇൻസെക്ട് പ്രൂഫ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഗ്ലാസ് ലോവർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെരിച്ച് ഗ്ലാസസ് ഇങ്ങനെ വെച്ചിട്ടുള്ള ടൈപ്പുകൾ, ചെറിയ പീസസ് ഓഫ് ഗ്ലാസസ്, അതായത് അധികം ഡെപ്ത് ഇല്ലാത്ത നീളത്തിലുള്ള ഗ്ലാസിന്റെ പോർഷൻസ് ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്ന ആ രീതി നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ എയർ സർക്കുലേഷൻ ഇതിന്റെ അകത്ത് കൂടെ പോസിബിൾ ആണ് ഈ ഒരു ടൈപ്പിൽ. ഓക്കെ, ഇനിയുള്ളത് സെന്റർ ഹങ്. ഇതിന്റെ ഹിഞ്ച് വരുന്ന, അല്ലെങ്കിൽ ഇതിന്റെ കണക്ഷൻ വരുന്ന സെന്ററിലാണ്. അപ്പം ഇത് എങ്ങനെയാ മൂവ് ചെയ്യും? സെന്ററിൽ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന റൗണ്ടിൽ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന പോലെ, സെക്ഷനിൽ കാണുന്ന പോലെ ഇങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിന്റെ സെക്ഷൻ വരുന്നത്. ഓക്കെ, ഇതിന്റെ മൂവ്മെന്റ് വരുന്നത്. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് ഫിക്സ്ഡ് പാനൽ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പും കൂടി കാണാം. ഈ ഒരു ടൈപ്പില് ഇവിടെ നിങ്ങൾക്ക് സെക്ഷനിൽ കാണുന്നത് പോലെ തന്നെ രണ്ട് പാനൽസ് ഉണ്ട്. എന്നാൽ ഈ ഒരു ഫ്രെയിമിനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലല്ല, ചെറിയൊരു പോർഷനേ വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഗ്യാപ്പിലൂടെ എയർ സർക്കുലേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ 5 ടൈപ്പിന്റെ എലിവേഷനും അതുപോലെ തന്നെ സെക്ഷനും വരയ്ക്കാം. ഇപ്പൊ ഇവിടെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിന്റെ മേലെ നമുക്ക് ആ കോൺക്രീറ്റ് വർക്ക് വരുന്നുണ്ട് അല്ലെ, ആ മെറ്റൽ പോർഷൻ നമുക്ക് വരുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് നമുക്ക് ഫ്രെയിം വരുന്നുണ്ട്, ഹെഡ് ഫ്രെയിം വരുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് ഈ പാനൽ ഫ്രെയിം വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പാനൽ വരും, താഴെയായിട്ട് സില്ല് വരും. ഓക്കെ, അതിന്റെ താഴെ വോളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റെപ്രസെന്റേഷൻസ് ഒക്കെ കാണിക്കാം. ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ഹിഞ്ച് വരുന്നത് കൊണ്ട് തന്നെ ഹങ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനിലായതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഈ രീതിയിലായിരിക്കും, ഇതിൽ ഈ ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും ഇതിന്റെ മൂവ്മെന്റ്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ടൈപ്പ് വയർ മെഷിനും അതുപോലെ തന്നെയാണ് ഇതിന്റെ സെക്ഷൻ വരുന്നത്. വയർ മെഷ് ആകുമ്പോൾ ഇത് മൂവ് ചെയ്യില്ല, ചെറിയ ചെറിയ ഓപ്പണിങ് അതിൽ തന്നെ ഉണ്ടാവും, ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ഗ്ലാസ് ലോവേർഡിന്റെ സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഗ്ലാസിന്റെ ആ ഒരു പീസസ് ഈ ചെരിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ ഇതിന്റെ അകത്തേക്ക് എയർ സർക്കുലേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അതിനുശേഷം ഈ സെന്റർ ഹാങ്ങിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്രെയിമും അതിന്റെ താഴെ ആ പാനൽ പോർഷനൊക്കെ ഹങ് ചെയ്തിരിക്കുന്നത് ഈ സെന്ററിലാണ്. അപ്പൊ ഇത് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി, ആ രീതിയിലായിരിക്കും ഇതിന്റെ മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന പ്രകാരമാണ് സെക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ലാസ്റ്റ് ഫിക്സ്ഡ് പാനൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 പാനൽസ് ഉണ്ടാവും. ആ 2 പാനൽസും ഈ ഫ്രെയിമിന്റെ അത്രയും വീതി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലും ഇപ്പുറത്തെ സൈഡിലും, അതായത് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ, ഒന്ന് റൈറ്റ് സൈഡിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യാം. അങ്ങനെ പ്ലേസ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ആ രീതിയിലായിരിക്കും ഈ ഒരു ടൈപ്പ് വരുന്നത്. അപ്പം ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെന്റിലേറ്റേഴ്സ്, ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം വരയ്ക്കുക. വിൻഡോസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് വെന്റിലേറ്റേഴ്സിൽ ഇപ്പോൾ ഓൾ ഡയമെൻഷൻസ് സെന്റിമീറ്റേഴ്സിലാണ്. അപ്പോൾ അത് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണം. അതുപോലെ വിൻഡോസിന്റെയും സെന്റിമീറ്റേഴ്സ് തന്നെയാണ്, വിൻഡോസിൻ്റെതും ഡയമെൻഷൻസും സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പം ആ ഒരു കാര്യം ഓർമ്മയിൽ വെക്കണം. അപ്പം അതിനനുസരിച്ചിട്ട് സ്കെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇൻഫിഗർ വരയ്ക്കാനായിട്ട് പറ്റും.